നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാരചിന്തകൾ അതിൻ്റെ 163 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐതരേയ ഉപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഇനിയുള്ള നാലാം മന്ത്രം എന്ന് പറയുന്നത്, അതായത് ഐതരേയ ഉപനിഷത്തിലെ 3-ാം അധ്യായം 4-ാമത്തെ മന്ത്രം, അല്ലെങ്കിൽ ആ അധ്യായത്തിലെ അവസാനത്തെ മന്ത്രം എന്ന് പറയുന്നത് ഒരു കൺക്ലൂഷൻ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 4-ാം അധ്യായം, 3-ാം അധ്യായം സമാപിച്ചു കഴിഞ്ഞാൽ 4-ാം അധ്യായം അത് ശാന്തി മന്ത്രമാണ്. ആ ഒരൊറ്റ ശാന്തി മന്ത്രം മാത്രമേ 4-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഹിരണ്യഗർഭൻ ആരാണ്, വിരാട് എന്താണ്, പ്രജാപതി എന്താണ്, ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ 4 മഹാവാക്യങ്ങളിൽ ഋഗ്വേദവുമായി ബന്ധപ്പെട്ട മഹാവാക്യമായ പ്രജ്ഞാനം ബ്രഹ്മ, ആ മഹാവാക്യം ഐതരേയ ഉപനിഷത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. 4 വേദങ്ങളുമായി ബന്ധപ്പെട്ട് 4 മഹാവാക്യങ്ങൾ. പ്രജ്ഞാനം ബ്രഹ്മ അത് ഋഗ്വേദവുമായി ബന്ധപ്പെട്ട ഐതരേയ ഉപനിഷത്തിലേതാണ്. മറ്റൊന്ന് അഹം ബ്രഹ്മാസ്മി, അത് യജുർവേദവുമായി ബന്ധപ്പെട്ട ബൃഹദാരണ്യകോപനിഷത്തിലേതാണ്. 3-ാമത്തേത് തത്വമസി, സാമവേദവുമായി ബന്ധപ്പെട്ട ഛാന്ദോഗ്യോപനിഷത്തിലേതാണത്. അയം ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം അഥർവവേദത്തിലെ മാണ്ഡൂക്യോപനിഷത്തുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പം ഇനി 4-ാമത്തെ മന്ത്രത്തിൽ ഒരു കൺക്ലൂഷൻ ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ വാമദേവ ഋഷിയെയോ അല്ലെങ്കിൽ മുൻപ് വിവരിച്ച പ്രകാരം ജീവാത്മാ പരമാത്മ ഐക്യം സാക്ഷാത്കരിച്ച് മറ്റാരെങ്കിലും സൂചിപ്പിക്കുന്നതിന് വേണ്ടി അവൻ എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ മന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്: അവൻ ഈ ബ്രഹ്മരൂപമായ ആത്മാവിനാൽ ലോകത്തിൽ നിന്നും അതിക്രമിച്ച് സർവ കാമനകളെയും പ്രാപിച്ച് ഇന്ദ്രിയഗോചരമായ ആ സ്വർഗലോകത്തിൽ മരണമില്ലാത്തവനായി തീർന്നു. ഇവിടെ അവൻ എന്നത് നേരത്തെ സൂചിപ്പിച്ച വാമദേവർഷിയാവാം, അല്ലെങ്കിൽ ജീവാത്മാ പരമാത്മ ഐക്യം സാക്ഷാത്കരിച്ച മറ്റേതെങ്കിലും ഗുരുക്കന്മാർ ആയിരിക്കാം. പ്രജ്ഞാനമാകുന്ന ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ അവർക്ക് ഈ ദേഹത്തിൽ ആത്മബുദ്ധി ഉണ്ടാവുകയില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രഹർഷേനയുള്ള ജ്ഞാനമാണ് ഈശ്വരൻ. ആ ഈശ്വരനാകുന്ന ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ ദേഹബുദ്ധി, അല്ലെങ്കിൽ ഈ ദേഹത്തിൽ ആത്മബുദ്ധി ഉണ്ടാവുകയില്ല. ദേഹബുദ്ധി ഉണ്ടാവുകയില്ല, അതായത് ആത്മബുദ്ധി, താനെന്നുള്ള ഒരു ബുദ്ധി ഉണ്ടാവുകയില്ല, താനെന്നുള്ള ഒരു തോന്നൽ. അവിടെ പിന്നെ പരമാത്മാവായിട്ടുള്ള ദർശനമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ആസ്മാത് ലോകാത് പ്രേത്യ എന്നതുകൊണ്ട് ഈ 4-ാം മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. ലോക എന്നതിന് ലോക്യതേ കർമ്മഫലം അനുഭൂയതേ അനേന ഇതി ലോക ദേഹ എന്ന വ്യാഖ്യാനമനുസരിച്ച് കർമ്മഫലാനുഭവത്തിനുള്ള ഉപകരണമെന്ന നിലയിൽ ദേഹമെന്നും അർത്ഥം പറയാം. ആത്മജ്ഞാനി ദേഹാത്മബുദ്ധി ഉപേക്ഷിച്ച് ഈ ജീവിതത്തിൽ തന്നെ ആപ്തകാമനായി തീർന്ന് സ്വസ്വരൂപമായി ആത്മാവിൽ മരണരഹിതനായി സ്ഥിതി ചെയ്തു എന്നർത്ഥം. ആത്മജ്ഞാനി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ദേഹബുദ്ധി ഉപേക്ഷിച്ച് ആത്മാവാണെന്നുള്ള ബോധത്തിലെത്തി മരണരഹിതനായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മരണം എന്ന് പറയുന്നത് ദേഹത്തിനാണ് എന്ന് നമുക്ക് അറിയാം. ഉപനിഷത്തിൽ പല സന്ദർഭങ്ങളിലും അത് സൂചിപ്പിക്കുന്നുണ്ട്.
ഗീതാകാരൻ അത് വളരെ ശക്തമായി പ്രചരിപ്പിച്ചു. ദേഹി നിത്യം അപദ്ധ്യോയം എന്നൊക്കെയുള്ള വരികൾ, ദേഹേ സർവസ്യ ഭാരത, ദേഹത്തിന് മാത്രമാണ് നാശം, ദേഹിക്ക് നാശമില്ല എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെയാണ് ഇവിടെ ദേഹമെന്ന് പറയുന്നത് കർമ്മഫലവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഒരു ദേഹം കിട്ടുന്നത് മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെതോ ഒക്കെ ആയി മാറുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മഫലമാണ്. കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മൾ ദേഹം അല്ലെങ്കിൽ ദേഹം എടുക്കുന്നത്. ആത്മജ്ഞാനം നേടിയ വ്യക്തിക്ക് പിന്നെ ദേഹം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹം ദേഹിയെ അറിഞ്ഞ് അല്ലെങ്കിൽ ദേഹിയിൽ അദ്ദേഹം വിലയം പ്രാപിക്കുകയാണ്, പരമാത്മാവിൽ അദ്ദേഹം വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അമൃത സമഭവത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അർത്ഥത്തിലാണ്. അമൃതനായിത്തീരുന്നു, മരണരഹിതനായി തീരുക എന്ന് പറഞ്ഞാൽ അമൃതനായി തീരുക എന്നുള്ള അർത്ഥത്തിലാണ്. ചുരുക്കത്തിൽ ആത്മബോധം വന്ന വ്യക്തിക്ക് ദേഹബോധമില്ലാതെയാകുന്നു, അദ്ദേഹത്തിൽ ജ്ഞാനോദയം സംഭവിക്കുന്നു, അദ്ദേഹം ഈശ്വരനായി തന്നെ മാറുന്നു, പരമാത്മാവിൽ ലയിച്ച് അദ്ദേഹം സ്വയം ഈശ്വരനായി തന്നെ മാറുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ഈ ബ്രഹ്മജ്ഞാനമുണ്ടായ ആൾ ജീവൻ മുക്തനാകുന്നു. ദേഹവും ആത്മാവും വേറെയാണെന്ന് ജീവൻ മുക്തൻ ശരിക്കും മനസ്സിലാക്കുന്നു. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദേഹാത്മബുദ്ധി ബാക്കി നിലനിൽക്കുകയില്ല. രണ്ടും വേറെ വേറെ. കൊട്ടത്തേങ്ങയുടെ കൊപ്രയും ചിരട്ടയും വേറെ വേറെ ആകുന്നത് പോലെ വിഷയബുദ്ധിയാകുന്ന വെള്ളം വറ്റിയാൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ ആത്മാവ് വേറെ, ദേഹം വേറെ എന്ന ബോധമുണ്ടാകുന്നു. പച്ചയടക്കയുടെ അകത്തെ അടക്കയോ പച്ച ബദാമിൻ്റെ അകത്തെ പരിപ്പോ തൊണ്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അവ പഴുത്തുണങ്ങിയാൽ അടക്കയും പരിപ്പും വേറെയും തൊണ്ട് വേറെയും ആയിത്തീരുന്നു. പാകമാകുമ്പോൾ വെള്ളം വറ്റിപ്പോകുന്നു. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ വിഷയരസം വറ്റിപ്പോകുന്നു. വിഷയങ്ങളിലുള്ള രസത്തെ ഇല്ലാതാക്കുമ്പോൾ ആത്മരസം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇപ്പോൾ പ്രാപഞ്ചിക വിഷയങ്ങളോട് വിരക്തി ഉണ്ടാകുമ്പോൾ ആത്മവിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവുകയും ആ ആസക്തി ആത്മരസം അനുഭവിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. ഈ ആത്മരസം അനുഭവിക്കൽ തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ആത്മരസം അനുഭവിക്കുന്ന ആ തലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം എന്ന ശാന്തി മന്ത്രമാണ് ആവർത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതാണ്. ഋഗ്വേദത്തിൽപ്പെട്ട ഉപനിഷത്തുക്കളുടെ പഠനത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ശിഷ്യന്മാരും ആചാര്യന്മാരും കൂടി ചൊല്ലുന്ന ശാന്തി മന്ത്രമാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതാദ്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആത്മാവിനെക്കുറിച്ച് 8 ഖണ്ഡങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഉപനിഷത്തിനെ, അതായത് ഐതരീയ ഉപനിഷത്തിനെ ശങ്കരാചാര്യര് ആത്മ അഷ്ടകം എന്ന് പറയുന്നുണ്ട്. ആത്മ അഷ്ടകം എന്ന് ശങ്കര ഭഗവത്പാദർ പറയുന്നത് ഈ ഐതരീയ ഉപനിഷത്തിനെയാണ്. 8 ഖണ്ഡങ്ങളോടുകൂടി ആത്മാവിനെക്കുറിച്ച് വിവരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഇതോടുകൂടി ഐതരേയോപനിഷത്ത് സമാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ 8 ഉപനിഷത്തുകൾ, അതിൽ ഏറ്റവും കാതലായിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ളതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 9ാമത്തെ ഉപനിഷത്താണ്. അത് നമുക്ക് അടുത്ത ദിവസം
ആരംഭിക്കാം. ഇത്ര സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.